നമസ്കാരം. ശബരിമലയിൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് നടത്തിയ വിവരവും രസീതുമടക്കം പുറത്തു വന്നതിൽ മോഹൻലാലിന് നല്ല അതൃപ്തിയുണ്ട്. തീർത്തും വ്യക്തിപരമായി ചെയ്ത കാര്യം പൊതുസമൂഹത്തിൽ ചർച്ചയായതാണ് ഇതിന് കാരണമായത്. മമ്മൂട്ടിയുടെ അസുഖം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് മോഹൻലാൽ പൂജ നടത്തിയത് എന്ന വാദം പോലും സോഷ്യൽ മീഡിയയിൽ ഉയർന്നു. എന്നാൽ ആരും അറിയാതെ തന്റെ ജ്യേഷ്ഠ സഹോദരന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു ലാൽ ആ വഴിപാടിലൂടെ ഉദ്ദേശിച്ചത്. എന്നാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്നും രസീതടക്കം പുറത്തേക്ക് പോയി. അതിൽ അതൃപ്തനാണ് മോഹൻലാൽ. മുൻകൂട്ടി ദേവസ്വം ബോർഡിന് സൂചനകൾ നൽകിയാണ് മോഹൻലാൽ ശബരിമലയിലേക്ക് വന്നത്. രാത്രിയിൽ പുഷ്പാഭിഷേകം നടത്താനും ആലോചനയുണ്ടായിരുന്നു. ഇതെല്ലാം ദേവസ്വത്തെയും ബന്ധപ്പെട്ടവരെയും അറിയിച്ചതിനു ശേഷമാണ് മോഹൻലാൽ ശബരിമലയിലേക്ക് എത്തിയത്. എന്നാൽ മോഹൻലാൽ ദർശനം കഴിഞ്ഞ് രാത്രി തന്നെ മലയിറങ്ങി. അടുത്ത ദിവസം പുലർച്ചെ ദർശനവും നടത്തി മലയിറങ്ങാനുള്ള ആഗ്രഹത്തിൽ നിന്നും മോഹൻലാലിനെ പിന്നോട്ട് വലിച്ചത് വഴിപാട് രസീത് പുറത്തു വന്നത് കൊണ്ടാണ് എന്നാണ് സൂചനകൾ പുറത്തുവരുന്നത്. രസീത് പുറത്തു വന്നതിൽ ദേവസ്വം ബോർഡിന് ജാഗ്രത കുറവുണ്ടായി എന്നാണ് വിലയിരുത്തൽ. ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത്. മുഹമ്മദ് കുട്ടി എന്ന പേരിൽ വിശാഖം നക്ഷത്രത്തിലാണ് വഴിപാട് നടത്തിയത്. ഭാര്യ സുചിത്രയുടെ പേരിലും മോഹൻലാൽ വഴിപാട് നടത്തി. ശബരിമലയിലേക്ക് പോകും മുമ്പ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ മമ്മൂട്ടിയുമായി സംസാരിക്കുകയും ശബരിമല ദർശനത്തിന്റെ കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് വിവരം. ചൊവ്വാഴ്ച മോഹൻലാൽ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ദർശനത്തിനായി ശബരിമലയിലെത്തിയത്. പമ്പയിലെ ഗണപതി കോവിലിൽ നിന്നും കെട്ടുനിറച്ചാണ് മല കയറിയത്. സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തി. മോഹൻലാൽ ശബരിമലയിൽ ഉള്ളപ്പോൾ തന്നെ മമ്മൂട്ടിയുടെ പേരിൽ നേർച്ചാ രസീത് പുറത്തായിരുന്നു. ഇതോടെ ഈ പൂജയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയേണ്ടി വരുമോ എന്ന തോന്നൽ മോഹൻലാലിനുണ്ടായി. ഇതുകൊണ്ടാണ് രാത്രിയിൽ തന്നെ സന്നിധാനത്ത് നിന്നും ലാൽ മടങ്ങിയതെന്നും സൂചനകളുണ്ട്. മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിലാണ് മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ വഴിപാട് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട ദേശാഭിമാനിയിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്. ശബരിമലയിൽ ദർശനം നടത്തി ചലച്ചിത്ര താരം മോഹൻലാൽ. ചൊവ്വ രാത്രി 7:30 താരം സന്നിധാനത്തെത്തിയത്. വൈകിട്ട് 5 പമ്പയിൽ സുഹൃത്തുക്കൾക്കൊപ്പം എത്തിയ മോഹൻലാൽ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് കെട്ടുനിറച്ചാണ് ശബരിമലയിലേക്ക് തിരിച്ചത്. നടൻ മമ്മൂട്ടിക്കായി വഴിപാട് നടത്തുകയും ചെയ്തു. നടനും സംവിധായകനുമായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ നായകനാകുന്ന എമ്പുരാൻ സിനിമയുടെ റിലീസ് മാർച്ച് 27 നടക്കാനിരിക്കെയാണ് സൂപ്പർ താരം ശബരിമലയിലേക്ക് എത്തിയത്. ചൊവ്വാഴ്ച സന്നിധാനത്ത് തങ്ങി ബുധനാഴ്ച പുലർച്ചെയും ദർശനം നടത്തിയാവും താരം മടങ്ങുക. ഇത്രയുമാണ് ദേശാഭിമാനിയിലെ വരികൾ. അതായത് ചൊവ്വാഴ്ച എത്തി ബുധനാഴ്ച പോകാനായിരുന്നു മോഹൻലാല് ആഗ്രഹിച്ചത്. എന്നാൽ അത് രാത്രി ഒരു മടക്കയാത്രയായി മാറി. ഇതിന് പിന്നിൽ കൂടുതൽ വിവാദമുണ്ടാക്കാതെ മടങ്ങുക എന്ന മോഹൻലാലിന്റെ താല്പര്യമായിരുന്നുവെന്നാണ് സൂചനകൾ. മോഹൻലാൽ ശബരിമലയിൽ എത്തിയ ദൃശ്യങ്ങൾ നേരത്തെ വൈറലായിരുന്നു. സിനിമാ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എമ്പുരാന്റെ റിലീസിംഗ് ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാൽ അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിൽ എത്തിയത്. ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ പേരിലെ വഴിപാട് രസീത് പുറത്തേക്ക് വന്നതും ചർച്ച മറ്റൊരു തലത്തിലേക്ക് എത്തിയതും. ഭക്തിയുടെ ഇരുമിടിക്കെട്ടുമായി 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടൻ മോഹൻലാൽ 18ാം പടി കയറി അയ്യപ്പ ദർശനം നടത്തിയത്. വൈകിട്ട് ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് 18ാം പടി കയറിയത്. സോപാനത്തെത്തി ദർശനം നടത്തിയ ശേഷം ദേവസ്വം ഓഫീസിലെത്തി നെയ്തേങ്ങ അഭിഷേകത്തിനായി കൈമാറി. ഭാര്യ സുചിത്രയുടെയും നടൻ മമ്മൂട്ടിയുടെയും പേരിൽ അദ്ദേഹം ഉഷപൂജകൾ നടത്താനുള്ള വഴിപാട് ടിക്കറ്റ് എടുത്തിരുന്നു. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തനെ സന്ദർശിച്ച ശേഷം മാളികപ്പുറം ക്ഷേത്രത്തിൽ ദർശനം നടത്തി. രാത്രി 9:15 അദ്ദേഹം മലയിറങ്ങുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ
ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.